Good morning, my dear students. സോ നമ്മൾ ഓത്തോ നോർമലൈസേഷനെ കുറിച്ച് പറഞ്ഞു, ഓത്തോ നോർമൽ ബേസിസിനെ കുറിച്ച് പറഞ്ഞു, ഓത്തോഗണൽ ബേസിസിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഓത്തോഗണൽ അല്ലെങ്കിൽ ഓത്തോ നോർമൽ ബേസിസ് ഈസ് ബീങ് ഈസി ടു ഫൈൻഡ് ഔട്ട് ദ കോർഡിനേറ്റ്സ്. ഒരു ആർബിട്രറി വെക്ടറിന്റെ കോർഡിനേറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഓത്തോനോമൽ ബേസിസ് ആണെങ്കിൽ എളുപ്പ മാർഗങ്ങളുണ്ട്. അതാണ് ഓത്തോനോമൽ ബേസിസിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിലൊന്ന്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് സ്മിത്ത് ഓത്തോനോർമലൈസേഷനെ പറ്റിയാണ്. സോ ഗ്രാൻഡ് സ്മിത്ത് ഓത്തോനോർമലൈസേഷൻ എന്നതുകൊണ്ട് പ്രൈമറിലി ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ആർബിട്രറി ബേസിസ് തന്നാൽ ആ ബേസിസിനെ ഒരു ഓത്തോനോമൽ ബേസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. Okay, so let's say B is equal to set V1, V2, etc. Vn be a basis of a vector space V. അപ്പോൾ ഇതൊരു ഓത്തോനോർമൽ ബേസിസ് അല്ല, ഇതൊരു ബേസിസ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് സ്പാൻസ് ദ സ്പേസ് V. Now the question is, can we convert this basis onto an orthonormal basis? അപ്പോൾ ഈ ബേസിസിനോടൊപ്പം ഓത്തോനോർമാലിറ്റിയും കൂടെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു പുതിയ ബേസിസ് ഇതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്രാൻഡ് സ്മിത്ത് ഓത്തോനോർമലൈസേഷൻ എന്ന് പ്രൈമറിൽ ഉദ്ദേശിക്കുന്നത്. ഇതൊരു അൽഗോരിതമിക് പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും എന്താണ് ചെയ്യേണ്ടത് എന്നതിന്റെ എക്സ്പ്രഷൻസ് മാത്രമായിരിക്കും നമ്മൾ പറയുന്നത്. സോ ഫ്രം ദിസ് വി കൺസ്ട്രക്ട് an orthonormal basis. Let's say B dash, which consists of elements W1, W2, etc., Wn of V in the following way. നമ്മൾ ഇതിൽ നിന്ന് ഒരു ആർബിട്രറി ബേസിസ് തന്നിട്ടുണ്ട്. ആ ബേസിസിൽ നിന്ന് നമ്മളൊരു പുതിയ ഓത്തോനോർമൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ പുതിയ ബേസിസ് ആണ് W1, W2, etc., Wn. ഇത് കിട്ടുന്നത് ഒരു അൽഗോരിതമിക് പ്രൊസീജിയർ വെച്ചിട്ടാണ്. W1 ഈസ് ആക്ച്വലി V1 itself. W1 V1 തന്നെയാണ്. ആൻഡ് W2 ഈസ് ആക്ച്വലി V2 minus inner product V2 W1 divided by inner product W1 W1 times W. ഇതാണ് W2 കൺസ്ട്രക്ട് ചെയ്യാനുള്ള മാർഗം. കാരണം W1 ഓൾറെഡി നമുക്ക് കിട്ടി. W1 നിന്നാണ് നമ്മൾ W2 കൺസ്ട്രക്ട് ചെയ്യുന്നത്. W1 W2 നിന്നാണ് നമ്മൾ W3 കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ W3 is equal to V3 minus inner product V3 W1 divided by inner product W1 W1 product W1 W1 times W1 minus inner product V3 W2 divided by inner product W2 W2 times W2. അപ്പം W3 കിട്ടണമെങ്കിൽ W2 W1 കിട്ടിയെങ്കിൽ മാത്രമേ W2 കിട്ടത്തുള്ളൂ. സോ ഇതിൽ നിന്ന് നമുക്ക് അടുത്തത് W4 നമുക്ക് ഈസിലി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. W4 is equal to V4 minus inner product V4 W1 divided by inner product W1 W1 times W1 minus inner product V4 W2 divided by inner product W2 W2 times W2 minus inner product V4 W3 divided by inner product W3 W3 times W. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റിൽ ലെറ്റ്സ് സേ Wn ആണ്. Wn ഈസ് Vn മൈനസ് inner product Vn W1 divided by W1 W1 inner product W1 W1 times W1 minus inner product Vn W2 divided by inner product W2 W2 times W2 minus etc. ലാസ്റ്റ് V4 എത്തിയപ്പോൾ W3 വരെയാണ് എത്തിയത്. അപ്പോൾ Vn എത്തുമ്പോൾ മൈനസ് Vn Wn minus 1 inner product divided by Wn minus 1 Wn minus 1 times Wn minus 1.
സോ ഇങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ ഒരു ബേസിസ് ആണ് നമ്മൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രാൻഡ് സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് എസെൻഷ്യലി യൂസ് ചെയ്യുന്നത് ഒരു ആർബിട്രറി ബേസിസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ഓർത്തോ നോർമൽ ബേസിസ് കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതമിക് പ്രൊസീജിയറാണ് ഗ്രാൻഡ് സ്മിത്ത് ഓർത്തോ നോർമൽ പ്രൊസീജിയർ. അപ്പോൾ നമ്മളിവിടുത്തെ നമ്മുടെ ചോദ്യവും ഇത് തന്നെയാണ്. ഒരു ബേസിസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ബേസിസിൽ നിന്ന് ഒരു ഓർത്തോ നോർമൽ ബേസിസ് ഈ സ്റ്റെപ്പ് വഴി കണ്ടെത്താം. സോ വി വിൽ ഡിസ്കസ് സം പ്രോബ്ലംസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഈ ബേസിസ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ബേസിസ് ആണ്. ഇതിൽ നിന്ന് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ നോം 1 ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. WI ഡിവൈഡഡ് ബൈ നോം WI കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആയിട്ടത് മാറാൻ പറ്റുന്നത്. ഈ പ്രോസസ്സ് വഴി ഒരു ഓർത്തോഗണൽ ബേസിസ് കിട്ടും. അതിനെ എല്ലാ വെക്ടേഴ്സിനെയും അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ നോർമൽ ബേസിസ് കിട്ടും. ഇതിനെയാണ് നമ്മൾ W1 അല്ലെങ്കിൽ WI ഡാഷ് എന്ന് കൊടുത്താൽ നമ്മുടെ ഓർത്തോനോർമൽ ബേസിസ് ബി ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? W1 ഡാഷ്, W2 ഡാഷ് എക്സെട്ര എന്താണ്? WN ഡാഷ്. സോ ഇതാണ് നമ്മൾ ഓർത്തോനോർമൽ ബേസിസിൻ്റെ ബേസിക് പ്രൊസീജിയർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ പ്രൈമറിലി ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർത്തോഗണൽ ബേസിസ് ആണ് വേണ്ടതെങ്കിൽ ഈ പ്രൊസീജിയർ വരെ മതി. ഇതിനോടൊപ്പം നോമ് കൊണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഓർത്തോനോർമൽ ബേസിസ് കിട്ടുന്നത്. So let's discuss a problem. Find the orthonormal basis corresponding to the basis b is equal to 1 0 0 1 2 0 0 1. ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓർത്തോനോർമൽ ബേസിസ് കണ്ടെത്തുക. ഓക്കെ, അപ്പം ഗ്രാൻഡ് സ്മിത്ത് ഓർത്തോനോർമലൈസേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ പ്രോസസ് ഈസ്, അപ്പോൾ ആദ്യം വെക്ടേഴ്സിന് v1 is equal to 1 1 0, v2 is equal to 1 2 0, v3 is equal to 0 1. അപ്പം നമ്മൾ ആദ്യത്തെ ഗ്രാൻഡ് സ്മിത്ത് ഓർത്തോനോർമലൈസേഷൻ്റെ പ്രോസസ്സിൻ്റെ അകത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് W1 is equal to എന്ത് തന്നെയാണ്? V1. V1 is actually 1 1 0. ഓക്കെ, നൗ W2 കിട്ടണമെങ്കിൽ V2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് V2 W1 ഡിവൈഡഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് W1 W1 ടൈംസ് W. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഓക്കെ, സോ നമുക്കിവിടെ V2 ഉണ്ട്, W1 ഉണ്ട്. ഇവിടുത്തെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. സോ ഇന്നർ പ്രോഡക്റ്റ് V2 W1 എന്ന് പറഞ്ഞാൽ ഇന്നർ ഡോട്ട് V2 ഡോട്ട് W1 ആണ്. V2 ഡോട്ട് W1 എന്ന് വെച്ചാൽ W1 എന്ന് വെച്ചാൽ V1 തന്നെയാണ്. അപ്പോൾ V1ൻ്റെ V2ൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും. സോ 1 into 1 പ്ലസ് 1 into 2 പ്ലസ് 0 into 0. 1 into 1 plus 1 into 2 plus 0 into 0. So the answer is actually 3. Okay, now inner product W1 W1, which is actually modulus of W1 square ആണ് inner product W1 W1 എന്ന് പറയുന്നത്. So which is actually W1 എന്ന് വെച്ചാൽ V1 തന്നെയാണ്. So which is 1 square plus 1 square plus 0 square, which is actually 2. Okay, so നമുക്ക് V2ൻ്റെ എല്ലാ സാധനങ്ങളുമായി. സോ W2 is equal to V2 എന്ന് പറഞ്ഞാൽ 1 2 0 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് V2 W1 എന്ന് വെച്ചാൽ 3 ആണ്. സോ 3 ഡിവൈഡഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് W1 W1 എന്ന് വെച്ചാൽ 2 ആണ്. 3/2 ടൈംസ് ഇവിടെ V2 എന്ന് വെച്ചാൽ W1 എന്ന് വെച്ചാൽ 1 1 0 ആണ്. W1 എന്ന് വെച്ചാൽ V1 തന്നെയാണ്. സോ 1 1 1 0. സോ ദിസ് ഈസ് 1 2 0 മൈനസ് 3/2 3/2 0. സോ 1 മൈനസ് 3/2 which is minus 1/2. 2 minus 3/2 which is 1/2. 0 minus 0 is 0. So W2 കിട്ടി. Next is W3. W3 is V3 minus inner product V3 W1 divided by W1
W1 times W1 minus inner product V3 W2 divided by inner product W2 W2 times W2. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റീസും നമ്മൾ കണ്ടുപിടിക്കണം. സോ ആദ്യം ഇന്നർ പ്രോഡക്റ്റ് V3 W1. സോ V3 ഡോട്ട് W1 ആണ്. V3 എന്ന് വെച്ചാൽ 0 1 2 ആണ്. സോ 0 1 2 ഡോട്ട് W1 എന്ന് വെച്ചാൽ V1 തന്നെയാണ് 1 1 0. 0. So 0 into 1 is 0. 1 into 1 is 1. 2 into 0 is 0. So the answer is 1. Next is W1. Inner product W1 W1 അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നർ പ്രോഡക്റ്റ് W1 W1 is actually 2. ഓക്കെ. നെക്സ്റ്റ് ഈസ് നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് V3 W2 കണ്ടുപിടിക്കണം. സോ ദിസ് ഈസ് V3 ഡോട്ട് W2. V3 എന്ന് വെച്ചാൽ 0 1 2 ആണ്. സോ 0 1 2 ഡോട്ട് W2 എന്ന് വെച്ചാൽ മൈനസ് 1 by 2 1 by 2 0. സോ മൈനസ് 1 by 2 1 by 2 0 ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ്. സോ 0 ഇൻറ്റു മൈനസ് 1 by 2 is 0. 1 into 1 by 2 is 1 by 2. 2 into 0 is 0. So the answer is 1 by 2. Next is inner product W2 W2. ഇവിടെ W2 ഉണ്ട്. സോ W2ൻ്റെ ഓരോ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ എടുത്ത് സം ചെയ്യുക. സോ മൈനസ് 1 by 2 the whole square plus 1 by 2 the whole square plus 0 square. So this is 1 by 4 plus 1 by 4 plus 0 എന്ന് കിട്ടും. 2 by 4 which is actually equal to 1 by 2. ഇത് തന്നെയാണ് norm W2 the whole square which is 1 by 2. So norm W2 is equal to root of 1 by 2 എന്ന് കിട്ടും. That is 1 by root 2 എന്നും കിട്ടും. ഓക്കെ. സോ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമായി. സോ ഇവിടെ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ W3 is equal to V3 എന്ന് വെച്ചാൽ 0 1 2 minus inner product V3 W1. V3 W1 is 1. So divided by inner product W1 W1 which is actually 2 times W1 എന്ന് വെച്ചാൽ V1 ആണ് 1 1 0 1 1 0 മൈനസ് ഇനിയും inner product V3 W2. inner product V3 W2 is 1 by 2 by inner product W2 W2. inner product W2 W2 എന്ന് പറയുന്നത് വീണ്ടും 1 by 2 times W2. W2 is minus 1 by 2 1 by 2 0. ഈ 1 by 2 1 by 2 ക്യാൻസൽ ആയിപ്പോവും. സോ ദിസ് ഈസ് 0 1 2. ഈ 1 by 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by 2 1 by 2 0 മൈനസ് ഇവിടെ മൈനസ് 1 by 2 1 by 2 0. ഓക്കെ. സോ 0 മൈനസ് 1 by 2 മൈനസും മൈനസും പ്ലസ് 1 by 2 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 0. 1 minus 1 by 2 is 1 by 2. Minus 1 by 2 is actually 0. Next is 2 minus 0 minus 0 is 2. So W3 കിട്ടി. W3 is 0 0 2. ഓക്കെ. ഇത് കൊണ്ട് അവസാനിച്ചില്ല. നമുക്ക് വേണ്ട ഓർത്തോനോർമൽ ബേസിസ് എന്ന് വെച്ചാൽ ബി ഡാഷ് എന്ന് വെച്ചാൽ W1 ഡാഷ് W2 ഡാഷ് W3 ഡാഷ് എന്നുള്ള ഫോമിലാണ്. W1 ഡാഷ് എന്ന് വെച്ചാൽ W1 ഡിവൈഡഡ് ബൈ നോം W1 ആണ്. ഓക്കെ. W1 എന്ന് വെച്ചാൽ V1 തന്നെയാണ് വിച്ച് ഈസ് ആക്ച്വലി 1 1 0. സോ 1 1 0 ഡിവൈഡഡ് ബൈ നോം W1 ദ ഹോൾ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ഇന്നർ പവർ W1 W1 ആണ്. നോം W1 ദ ഹോൾ സ്ക്വയർ. സോ നോം W1 the whole square is equal to 2. So norm W1 is equal to root 2. So by root 2 this is equal to 1 by root 2 comma 1 by root 2 comma 0. Okay. Next is W2 dash which is W2 divided by norm W2 ആണ്. Okay. W2 divided by
നോം W2 ഈസ് 1/√2. W2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. W2 ഈസ് -1/2, 1/2 0. സോ -1/2, 1/2 0 whole divided by 1/√2. ഇതാണ് W2 dash. Next is W3 dash, which is W3 by norm W3 ആണ്. ഓക്കെ, നോം W3 കണ്ടുപിടിച്ചിട്ടില്ല. നോം W3 കണ്ടുപിടിക്കണമെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് W3 കണ്ടുപിടിക്കണം, വിച്ച് ഈസ് 0² ഇവിടെ 0² plus 0² plus 2², which is equal to 4. So which is norm W3 the whole square is equal to 4. So norm W3 is equal to square root of 4, which is equal to 2. So which is 0, 0, 2 all divided by 2 എന്ന് കിട്ടും. That is 0, 0, 1. സോ നമുക്കിപ്പോൾ കിട്ടിയ 3 വെക്ടേഴ്സ് ആണ് ആക്ച്വലി നമ്മുടെ ഓർത്തോ നോർമൽ ബേസിസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോസസ്സാണ് ഗ്രാൻഡ് സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഐ ഗീവ് യു വൺ മോർ പ്രോബ്ലംസ് ഫോർ യു ടു സോൾവ്. So this is the question. Find the orthonormal basis of a subspace of R4 spanned by V1, V2, V3. ഇപ്പോൾ V1, V2, V3 എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസിസ് വെക്ടേഴ്സ്. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് W1, W2, W3 കണ്ടുപിടിക്കണം. അതിൽ നിന്ന് W1 ഡാഷ്, W2 ഡാഷ്, W3 ഡാഷ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് തന്നെയാണ് ഇന്നർ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇന്നർ പ്രോഡക്റ്റ് സ്പെസിഫിക്കലി തന്നിട്ടില്ലെങ്കിൽ ആ കേസിൽ ഡോട്ട് പ്രോഡക്റ്റ് തന്നെയാണ് ഇന്നർ പ്രോഡക്റ്റ്. So this is a problem for you. I hope you understood. Thank you.